ഹലോ, നമ്മളിന്ന് ഷാഡോയുടെ പാർവോ റിക്കവറി ഡയറ്റിനെ കുറിച്ച് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ഷാഡോയ്ക്ക് പാർവോ വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ, നമ്മളത് എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നുള്ളത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഷാഡോയ്ക്ക് പാർവോ വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ലൂസ് മോഷൻ പോലെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ആ ലൂസ് മോഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. പക്ഷെ ചെക്ക് ചെയ്തപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാർവോ ആണോ എന്നൊരു സംശയം അവരും പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിലും പാർവോയുടെ ട്രീറ്റ്മെന്റ് എല്ലാം അപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർവോ വൈറസ് ഇവരിൽ ബാധിക്കുന്നത് ഇവരുടെ ദഹന വ്യവസ്ഥേനെയായിരിക്കും. അതുകൊണ്ട് ആദ്യം ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നത് ഫുഡായിരിക്കും. ഫുഡ് സ്റ്റോപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ലൂസ് മോഷനും വൊമിറ്റിങ്ങും കാണാൻ പറ്റും. ഇതിലൊക്കെ ബ്ലഡിന്റെ അംശവും പോകെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആദ്യം അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഫുഡ് എന്ന് പറയുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള ഫുഡുകളായിരിക്കണം. ലിക്വിഡ് രൂപത്തിലുള്ള ഫുഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ, അതായത് കഞ്ഞിവെള്ളം, കരിക്ക് വെള്ളം, ഗ്ലൂക്കോസ് പൗഡർ ഇട്ട വെള്ളം, പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് ORS വാങ്ങാൻ കിട്ടും. അപ്പം അത് കലക്കി കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും നമുക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടത്. ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവർ ഫുഡ് എടുത്ത് തീരുന്നവരെ നമുക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഷാഡോയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഷാഡോ ഒരു 7 ഡേയ്സോളം ഫുഡ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. 7 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അവൻ ഫുഡിലേക്ക് വന്നതും കഴിച്ചു തുടങ്ങിയതും. അപ്പോൾ അത്രത്തോളം ദിവസവും നമ്മൾ അവന് വെള്ളം തന്നെയായിരുന്നു കൊടുത്തത്. ഷാഡോയുടെ കേസിൽ പറഞ്ഞാല് അവൻ ഈ കരിക്ക് വെള്ളമോ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ വെള്ളമോ ഒന്നും കുടിക്കുന്നില്ലായിരുന്നു. അവനാകെ കുടിച്ചത് സാധാരണ നമ്മുടെ നോർമൽ വെള്ളം, നോർമൽ പ്ലെയിൻ വാട്ടർ തന്നെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വെള്ളം കുടിക്കുന്നു എന്നതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് ഐസ്ക്രീംസ്, വാനില ഫ്ലേവേർഡ് ഐസ്ക്രീംസ്. അത് നമുക്ക് അവർക്ക് വേണമെങ്കിൽ അവർ കഴിക്കുമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ അതും കുറച്ച് കൊടുത്തു നോക്കിയിരുന്നു. പക്ഷെ അത് കഴിക്കാനുള്ള ഒരു താല്പര്യമൊന്നും അവനുണ്ടായിരുന്നില്ല. ഒരു 5th ഡേ മുതൽ അവൻ്റെ കൂട്ടിൽ ചോറും ചിക്കനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും അവർ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 7th ഡേ ആയപ്പോൾ അവൻ ജസ്റ്റ് ഫുഡ് ചെറുതായിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവന് സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഫുഡുകളാക്കി മാറ്റി. സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫൈബർ കുറവുള്ള ഫുഡുകൾ, പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഫൈബർ കുറവുള്ള ദഹിക്കാൻ എളുപ്പമുള്ള സൈസ് ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ചോറ് തന്നെയാണ്, നമ്മുടെ വെളുത്ത ചോറ്. ചുമന്ന അരി ചോറ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഡോഗിന് കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷെ ഫൈബർ കൂടുതൽ ആയതുകൊണ്ടും ഫൈബർ ദഹിക്കാൻ പാടുള്ള വസ്തു ആയതുകൊണ്ടും ഈ ഒരു അവസ്ഥയിൽ അവർക്ക് നമ്മൾ അത് കൊടുക്കാത്തതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ വെളുത്ത ചോറ് നന്നായി വേവിച്ച് ഉടച്ച് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ നല്ല വേവിച്ച ചോറ് മിക്സിയിൽ അരച്ച് കുറുക്കാക്കി അങ്ങനെയും കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒപ്പം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിലും നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ അതും അവർക്ക് നല്ലതായിരിക്കും. അത് നന്നായി വേവിച്ച് സൂപ്പാക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ചോറ് കൊടുക്കുന്ന കൂട്ടത്തിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ. 4 ദിവസത്തോളം നമ്മൾ അവന് അത് തന്നെയായിരുന്നു കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് 3rd സ്റ്റേജ് ആണ്. 3rd സ്റ്റേജിലേക്ക് നമുക്ക് അവർക്ക് ചോറും അവരെന്താണോ പണ്ട് കഴിച്ചിരുന്ന ഫുഡ് അത് അതുപോലെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അതേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്, കുറച്ചായി കൊടുക്കുക. കാരണം അവരുടെ ആ ഒരു വയറിനകത്തുനിന്ന് ആ വൈറസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, അതിൻ്റെ അംശം അവിടെ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അത് വീണ്ടും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുറച്ചീശെ പല നേരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനവന് 4 നേരമായിട്ട് കുറച്ചായിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഒരു 6-7 ദിവസം അങ്ങനെ കൊടുത്ത ശേഷമാണ് അവൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, എങ്കിലും പഴയ ആ ഒരു ക്വാണ്ടിറ്റി അല്ല, എങ്കിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയി ഒരു 3 നേരം കഴിച്ചു തുടങ്ങിയത്. അങ്ങനെ ഒരു 3 മാസം കൊണ്ടാണ് അവൻ ആ ഒരു പഴയ സ്റ്റേജിലേക്ക് എത്തിയത്. പിന്നെ നമ്മൾ ഈ 3rd സ്റ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് വെജിറ്റബിൾസും കൂടെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്.
ഞാൻ പൊട്ടറ്റോസ് ഒക്കെ ചെറുതായിട്ട് ആ ചോറിൽ സ്മാഷ് ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു. അത് ആ ചിക്കൻ്റെ കൂടെ വേവിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതുമാണ്. അവരുടെ ആ ഒരു പഴയ ആരോഗ്യം വീണ്ടെടുക്കാനും അത് ഹെൽപ്പ് ചെയ്യും. വളർത്തുന്നവരോ അല്ലെങ്കിൽ പുറത്ത് വിട്ട് വളർത്തുന്നവരോ അല്ലെങ്കിൽ കൂട്ടി വളർത്തുന്നവരോ എങ്ങനെയോ ആയിരിക്കാം, എങ്ങനെയാണെങ്കിലും അവർ നിന്ന ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ വോമിറ്റിങ്ങും അവരുടെ ആ മോഷനും എല്ലാം പോയ ആ ഒരു ഏരിയയിൽ ഉറപ്പായിട്ടും ആ വൈറസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അവിടെ എല്ലാം ബ്ലീച്ചിങ് ലിക്വിഡ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ഒഴിച്ച് ക്ലീൻ ചെയ്യാം. ഒരു പരിധി വരെ ഈ അണുക്കളെ കൊല്ലാൻ ബ്ലീച്ചിങ് പൗഡർ ഹെൽപ്പ് ചെയ്യും. ഞാനിത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ അവൻ്റെ കൂടെല്ലാം കിന്നൽ വാഷ് ഉപയോഗിച്ച് കഴുകലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെല്ലാം ബ്ലീച്ചിങ് പൗഡറും കിന്നൽ വാഷും ഉപയോഗിച്ച് കഴുകി. അതുപോലെ തന്നെ ആ ടൈമിൽ ഞാൻ അവന് വേണ്ടി ഉപയോഗിച്ച എല്ലാ ക്ലോത്തുകളും ഞാൻ കത്തിച്ച് കളഞ്ഞായിരുന്നു. അവൻ്റെ ആ ടൈമിലുണ്ടായിരുന്ന ബ്രഷ് ചെയ്തിരുന്ന കോമ്പ് കാര്യങ്ങളും എല്ലാം അതിന് മുന്നേ ഉപയോഗിച്ചിരുന്നതും എല്ലാം ഒഴിവാക്കി പുതിയതെടുക്കുക ചെയ്തത്. അതായിരിക്കും അവർക്കും നല്ലത്. മറ്റൊരു ഡോഗ് വീടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ വാക്സിൻ എടുക്കുക എന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. വാക്സിൻ എടുത്തവരെ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടാൻ പോലും ചാൻസ് ഉള്ളൂ. ഇത് വന്നാൽ ഒരു 80% ചാൻസ് ഇല്ല എന്നതാണ്. അത് നമ്മൾ വാക്സിൻ എടുക്കാത്തതാണെങ്കിൽ ചാൻസേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവരെ പ്രോപ്പറായി വാക്സിനേഷൻ ചെയ്ത് കൊണ്ട് നോക്കുക. അതുപോലെ ഡിവോം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്യുക. നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അത് 1 വർഷം 2 വർഷം അല്ലെങ്കിൽ നമ്മുടെ പൂതി തീരുന്നത് വരെയോ ആയിരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല ഇനം നായ്ക്കളാണ് ഇപ്പോൾ തെരുവിലധികം. നമ്മുടെ ഇന്ത്യൻ പര്യ ഡോഗിനെ കാട്ടി നല്ല ഇനം വളർത്തു നായ്ക്കളാണ് ഇപ്പോൾ തെരുവിലധികം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അഡോപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അറിവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഇൻഫോം ചെയ്യാം. നമുക്ക് എടുത്ത് വളർത്താം. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമെന്നത് മാത്രം. താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷാഡോയുടെ പാർവോ റിക്കവറിയിലായിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളതും. അപ്പോൾ